ചങ്കുകളെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ട് കൊച്ചുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബീൻസ് ക്യാരറ്റ് തോരൻ. നല്ല ടേസ്റ്റിയാണ്, വലിയ എരിയില്ല. അതിനായിട്ട് നമ്മൾ 2 ക്യാരറ്റ്, 1.5 പിടി ബീൻസ്, കൊച്ചു 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒന്നായാലും മതി, ഒരു 3/4 കപ്പ് തേങ്ങ, 3/4 കപ്പില്ല, ഒരു 1/2 കപ്പ് തേങ്ങ, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. നിങ്ങൾ വീഡിയോസൊക്കെ കാണണം, മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം. ഷോർട്സ് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ഇടുന്നത്, അതൊക്കെ കാണണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് തുടങ്ങാം. ഇതെല്ലാം നമ്മൾ കൊച്ചായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ഉരുളി അങ്ങോട്ട് വെച്ച് അതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചാൽ വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടാകുമ്പോഴത്തേന് നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ കടുക് ഇട്ട് നല്ലപോലെ അങ്ങ് പൊട്ടിക്കുക. കടുക് അങ്ങോട്ടിട്ട് അത് നല്ലപോലെ പൊട്ടുമ്പോഴത്തേന്, പൊട്ടിയതിന് ശേഷം മാത്രം ഒരു 3 വറ്റൽമുളക് അതിനകത്തോട്ട് ഇടുക. അതും ഒന്ന് ചെറുതായിട്ട് മൂത്തതിന്, തീ കുറച്ച് വെക്കണം, വറ്റൽമുളക് കരിയരുത്. അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില അങ്ങോട്ടിട്ട് കറിവേപ്പില നല്ലപോലെ ഇളക്കി, അതിന് ശേഷം ആ ഇഞ്ചി കഷ്ണം കൊച്ചായിട്ടിട്ടത് അതും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി, ഇഞ്ചിയുടെ പച്ചമണം ചെറുതായിട്ട് മാറുന്നവരെ ഇളക്കിയതിന് ശേഷം നമ്മുടെ സവാള അങ്ങോട്ടിട്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും ക്യാരറ്റെല്ലാം നല്ല കൊച്ചായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, എന്നാലേ അത് പെട്ടെന്ന് വേവത്തുള്ളൂ. എന്നിട്ട് ക്യാരറ്റും തട്ടി നമ്മുടെ ബീൻസും എല്ലാം കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും തട്ടി ഒരു 1/2 to 3/4 ടേബിൾ സ്പൂൺ ഉപ്പും അങ്ങോട്ടിട്ട് അതിനെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ അത് മിക്സ് ചെയ്ത് ചെറുതായിട്ട് എണ്ണ എല്ലായിടത്തും പിടിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, നമ്മൾ തേങ്ങയുടെ കൂടെ ഇട്ട് അരയ്ക്കുന്നില്ല, ഈ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കുക. എണ്ണയിലിട്ട് വേണമെങ്കിലും ആക്കാം, പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. അതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ പച്ചവെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ഒരു മീഡിയം തീയിൽ വെക്കരുത്, അതിലും കുറച്ച് ലോയ്ക്ക് ഇത്തിരി മുകളിലോട്ട് വെച്ച് അതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. അത് മൊത്തം ആ വെള്ളത്തിൻ്റെ നീരാവിയിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നതിന് ശേഷം അതിനെ വകഞ്ഞ് മാറ്റിയതിന് ശേഷം ഇടയ്ക്ക് നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ തേങ്ങ അങ്ങോട്ട് ഇട്ടുക. തേങ്ങ മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല, ചെറിയ തേങ്ങയായിരുന്നു, അതുകൊണ്ട് മിക്സിയിൽ അടിച്ചില്ല. എന്നിട്ട് അതിനെ 4 സൈഡിൽ നിന്ന് അതിനെ കൂട്ടി അടുപ്പിച്ച് വെച്ചിട്ട് അടച്ചങ്ങ് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ലോ തീയിലേ വെക്കാവൂ. ഒരു 3-4 മിനിറ്റ് കൂടെ ലോ തീയിൽ വെച്ച് ചെറുതായിട്ടിരുന്നൊന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേന് ഇതിനെ ഒന്ന് ഇളക്കുന്നതിന് മുന്നേ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റിൽ നമ്മുടെ ഒരു ജീരകം ഞാൻ കൈ വെച്ച് ഇടിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതുകൂടെ അതിനകത്തോട്ടിട്ട് കൊച്ചു ജീരകം ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി തേങ്ങയെല്ലാം മസാലയും കൂടെ അങ്ങോട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് പാത്രത്തോട്ട് മാറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എരിയില്ല, നല്ല അടിപൊളി ജീരകത്തിൻ്റെ മണമൊക്കെ വന്നിട്ട് നല്ല അടിപൊളി രുചിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്, ഇനി ഉണ്ടാക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മുമ്പോട്ട് പോകണമെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട് എഴുതി അറിയിക്കണം. ഒന്നും എഴുതാൻ വയ്യെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും ഇട്ടിട്ടേ പോകാവൂ, മറക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് നല്ലപോലെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വീഡിയോസൊക്കെ കാണും.